Hi dear students, welcome back to our mathematics class. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സർക്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തെല്ലാം പഠിച്ചു? നമ്മൾ സർക്കിൾസിൽ എന്താണ് സർക്കിൾ എന്ന് പഠിച്ചു, സർക്കിളിൻ്റെ റേഡിയസ് പഠിച്ചു, സർക്കിളിൻ്റെ ഡയമീറ്റർ പഠിച്ചു അല്ലേ. പിന്നെ വളരെ സ്പെഷ്യലായിട്ട് പഠിച്ച ഒരു സംഭവം സർക്കിളിൻ്റെ കോഡായിരുന്നു. ഒരു കോഡ്, വാട്ട് ഈസ് എ കോഡ്, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെയിനായിട്ട് പഠിച്ചല്ലേ. ആ കോഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഭവങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അവസാനം ഒരു കോഡിൻ്റെ ലെങ്ത്തും ശരിയല്ലേ, കോഡിൻ്റെ ലെങ്ത്തും ആ സർക്കിളിൻ്റെ റേഡിയസും ആ കോഡിലേക്ക് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസും, ഇത് മൂന്നും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം എന്ത് ചെയ്തത് പഠിച്ചത്. അപ്പോൾ ഇതെല്ലാവരും ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകളാണ്, പ്രോബ്ലംസ് ആണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഒരിക്കൽ കൂടി എന്ത് റിപ്പീറ്റ് ചെയ്യാം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഒരു സർക്കിൾ അല്ലേ, സർക്കിളിലെ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞല്ലോ, സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനാണെന്ത് ഒരു കോഡ് എന്ന് പറഞ്ഞാൽ. കോഡിൻ്റെ രണ്ട് എൻഡ് പോയിന്റ്സ് ഉണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് ആ കോഡിന് പേര് കൊടുക്കാം. ഈ ഫിഗറിൽ കോഡ് എ ബി എന്ന് പറഞ്ഞ ഈ ലൈൻ എന്താണ്, ഈ സർക്കിളിൻ്റെ ഒരു കോഡാണ്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ, സപ്പോസ് സർക്കിളിൻ്റെ സെൻറ്റർ O ആണ് ശരിക്കും, സെൻറ്റർ ഓഫ് ദി സർക്കിൾ ഉണ്ടോ. അപ്പോൾ ഓരോ കോഡിനും ഓരോ ലെങ്ത് ഉണ്ടാവും, നമ്മൾ പഠിച്ചല്ലോ അല്ലേ. ഈ എ ബി എന്ന് പറഞ്ഞാൽ ഈ കോഡിന് ഒരു ലെങ്ത് ഉണ്ടാവും ഉണ്ടോ. ഇവിടെ വേറെ കോഡ് വരച്ചാൽ അതിനൊരു ലെങ്ത് ഉണ്ടാവും, ഇവിടെ വേറെ കോഡ് വരച്ചാൽ ഓരോ കോഡിനും ഓരോ ലെങ്ത് ഉണ്ടാവും അല്ലേ. ഈ സെൻറ്ററിൽ നിന്ന് അകന്ന് 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 പോകും തോറും എന്ത് ചെയ്യും, ആ കോഡിൻ്റെ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ. ഈ സെൻറ്ററിൻ്റെ വളരെ അടുത്തുള്ള കോഡാണെങ്കിൽ അതിന് നല്ല നീളമുള്ള കോഡായിരിക്കും ശരിയല്ലേ. കുറച്ചും കൂടി സെൻറ്ററിൽ കുറച്ചുകൂടി അകന്നു പോയി കഴിഞ്ഞാൽ കോഡിൻ്റെ ലെങ്ത് കുറയും, കുറച്ചുകൂടി അകന്നു പോയി കഴിഞ്ഞാൽ കോഡിൻ്റെ ലെങ്ത് വീണ്ടും കുറയും അല്ലേ. ആസ് ദ കോഡ് മൂവ്സ് എവേ ഫ്രം ദി സെൻറ്റർ ഇറ്റ്സ് ലെങ്ത് ഡിക്രീസസ്. അതേപോലെ തിരിച്ചങ്ങോട്ട് പോരാണെങ്കിൽ ഈ സർക്കിളിൻ്റെ സെൻറ്ററിനോട് അടുക്കും തോറും എന്തുമ്പോഴേക്കും ആ കോഡിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂടി വരും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഒരു സർക്കിളിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കോഡ് ഏതാണ്? ലോങ്ങസ്റ്റ് കോഡ്, ഒരു സർക്കിളിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ അങ്ങനെ സെൻറ്ററിലൂടെ വരയ്ക്കുന്ന കോഡാണ്. ഈ സി ഡി എന്ന് പറഞ്ഞ കോഡ്, ദിസ് കോഡ് പാസസ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ O. Therefore CD is the longest code and it is called the diameter. ശരിയല്ലേ. ഈ സി ഡി എന്താണ്, ആ സർക്കിളിൻ്റെ ഒരു ഡയമീറ്റർ ആണ്. സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന കോഡിനെ നമ്മൾ എന്ത് പറയാ, ഡയമീറ്റർ എന്ന് പറയാം. ഡയമീറ്റേഴ്സ് ആർ ദ ലോങ്ങസ്റ്റ് കോഡ്സ് ഓഫ് എ സർക്കിൾ. ഓക്കെ ആണല്ലോ. ഇനി ശ്രദ്ധിക്കാം. ഇനി സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, അപ്പോൾ സർക്കിളിൻ്റെ ഈ കോഡിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാൽ അല്ലേ. ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് ആ കോഡിൻ്റെ മിഡ് പോയിന്റ് M ആണെങ്കിൽ ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുക, ഈ മിഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിട്ട് പറയാം ശരിയല്ലേ. ഈ എ ബി എന്ന് പറഞ്ഞ കോഡിൻ്റെ ശ്രദ്ധിക്കുക, എ ബി എന്ന് പറഞ്ഞ കോഡിൻ്റെ ലെങ്ത് എത്രയാണോ അതേ ലെങ്ത് ഉള്ള കോഡുകൾ ഇതിൽ ഒരുപാട് കോഡുകൾ വരച്ചൂടെ. ഇപ്പോൾ എ ബിൻ്റെ ലെങ്ത് ഒരു 6 സെൻറ്റിമീറ്റർ ആണ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ 6 സെൻറ്റിമീറ്ററിൽ നമുക്ക് ഒരു കോഡ് ഇവിടെ വരയ്ക്കണം. ഇത് 6 സെൻറ്റിമീറ്ററിൽ വേറെ കോഡ് നമുക്ക് ഇവിടെ വരയ്ക്കാം. ഇതിൻ്റെ ലെങ്ത് 6, ഇതിൻ്റെ ലെങ്ത് 6, ഇതിൻ്റെ ലെങ്ത് അങ്ങനെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നെന്താണ്, ഈക്വൽ കോഡ്സ് ആണെന്ന് പറയും. ഈക്വൽ കോഡ്സ് പറഞ്ഞാൽ കോഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത് ആണ്. ഈക്വൽ കോഡ്സ്, അതിൻ്റെ ലെങ്ത്തുകൾ ഈക്വൽ ആകുമ്പോൾ ആ കോഡ്സ് നമ്മൾ എന്താ പറയുക, ഈക്വൽ കോഡ്സ് എന്ന് പറയും. മനസ്സിലായല്ലോ. അപ്പോൾ കുറേ കോഡ്സിനൊക്കെ സെയിം ലെങ്ത് ആണെങ്കിൽ ഈ കോഡുകളൊക്കെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിലേക്കാണോ. ഈ ഡിസ്റ്റൻസ് ഇതാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണോ, ഇതാണ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇതിൻ്റെ ലെങ്ത്തും സെയിം ആണെങ്കിൽ ഈ കോഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസും ഒക്കെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അത് ഈ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഈക്വൽ കോഡ്സ് ആർ അറ്റ് സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ എന്നാണ്. മനസ്സിലായല്ലോ. കോഡ്സ് ഒക്കെ ഈക്വൽ, കോഡ്സിൻ്റെ ലെങ്ത് ഒക്കെ ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ലെങ്ത് ഉള്ള ആ കോഡുകളെല്ലാം എന്തായിരിക്കും, സെൻറ്ററിൽ നിന്ന് സെയിം ഒരേ ഡിസ്റ്റൻസിലായിരിക്കും. ഇതിൻ്റെ ലെങ്ത്തും 6, ഇതിൻ്റെ ലെങ്ത്തും 6 ആണ് വിചാരിക്കുക. ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണെന്നുണ്ടെങ്കിൽ ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസും 3 ആയിരിക്കും. ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, 3 ആയിരിക്കും. മനസ്സിലായല്ലോ. ലെങ്ത് സെയിം ആണെങ്കിൽ ആ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, എല്ലാം ഈക്വൽ ആയിരിക്കും. നമ്മൾ എങ്ങനെ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം, ഈക്വൽ കോഡ്സ് അല്ലെങ്കിൽ കോഡ്സ് ഓഫ് ഈക്വൽ ലെങ്ത്
ആർ അറ്റ് സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ എന്നാണ്. മനസ്സിലായല്ലോ? ഇനി ഇത് നമുക്ക് തിരിച്ചും പറയാം. ഇവിടെ നോക്കാം, ഇത് 3 സെന്റിമീറ്റർ, ഈ സെന്ററിൽ നിന്ന് 3 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു കോഡാണെന്ന് ഈ എ ബി. ഇതിന്റെ ഡിസ്റ്റൻസ് നമുക്ക് എത്രയെന്ന് അറിയില്ല, ഇതിന്റെ ലെങ്ത് എത്രയെന്ന് അറിയില്ലായിരിക്കാം. 3 സെന്റിമീറ്റർ എവേ ഉള്ള ഒരു കോഡാണ് എ ബി. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ വേറൊരു കോഡ് വരയ്ക്കണം. ഇവിടുന്ന് 3 സെന്റിമീറ്റർ എവയിൽ വേറെ കോഡ് വരച്ച് വയ്ക്കണോ? കേട്ടോ, ഇത് 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 3 സെന്റിമീറ്റർ ഉള്ള ഈ കോഡിന്റെ ലെങ്ത്തും അതേ ഡിസ്റ്റൻസ് ആയ 3 സെന്റിമീറ്ററിൽ വേറൊരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലെങ്ത്തും എന്തായിരിക്കും? ഇതിന് രണ്ടിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. കേട്ടോ, സെന്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിൽ വരയ്ക്കുന്ന എല്ലാ കോഡുകളുടെയും ലെങ്ത് എന്തായിരിക്കും? അത് ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഇൻവേഴ്സ് ആണിത്. നേരത്തെ നമ്മൾ പറയുന്നതാണ്, കോഡ്സിന്റെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ആ സെന്ററിൽ നിന്ന് ആ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. മനസ്സിലായാലോ? ഇനി ഒരേ ഡിസ്റ്റൻസിലാണ് ഈ കോഡുകളെങ്കിൽ ആ കോഡ്സിന്റെ ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മനസ്സിലായാലോ? കോഡ്സ് അറ്റ് സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ആർ ഓഫ് ഈക്വൽ ലെങ്ത് എന്നാണ്. മനസ്സിലായാലോ? സെന്ററിൽ നിന്ന് ഒരേ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ കോഡുകൾക്കും എന്തായിരിക്കും? ഒരേ ലെങ്ത് ആയിരിക്കും. കേട്ടോ, മറക്കരുത്. ഈ 2 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെക്കാം. മനസ്സിലായാലോ? ഇവിടെ നോക്കൂ, ഒരു സർക്കിളിൽ 10 സെന്റിമീറ്റർ ഉള്ള ലോങ് ആയിട്ടുള്ള ഒരു കോഡുണ്ട്. ഈ കോഡ് സെന്ററിൽ നിന്ന് ഒരു 4 സെന്റിമീറ്റർ എവയാണ്. മനസ്സിലായല്ലോ? അങ്ങനാണെങ്കിൽ ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 4 സെന്റിമീറ്റർ എവയുള്ള വേറൊരു കോഡിന്റെ ലെങ്ത് എന്തായിരിക്കും? ഉണ്ടോ, 4 സെന്റിമീറ്റർ എവയുള്ള ഒരു കോഡിന്റെ ലെങ്ത് 10 ആണെങ്കിൽ 4 സെന്റിമീറ്റർ എവയുള്ള എല്ലാ കോഡ്സിന്റെ ലെങ്ത് എന്തായിരിക്കും? 10 ആയിരിക്കും. മറക്കരുത്, 4 സെന്റിമീറ്റർ എവയുള്ള എല്ലാ കോഡ്സിന്റെ ലെങ്ത് എന്തായിരിക്കും? 10 ആയിരിക്കും. ഈക്വൽ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ കോഡുകളും ഒരേ ലെങ്ത് ഉള്ള കോഡുകൾ ആയിരിക്കും. മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞതാണ്. ഞാൻ അത് ഒന്നും കൂടി എന്ത് ചെയ്യണം, ഇപ്പോൾ ആവശ്യം വരും, അതുകൊണ്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്താണ്. അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഒരു സർക്കിളിൽ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡുമായിട്ട് ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാം. ഒന്ന്, കേട്ടോ, ഒരു സർക്കിളിന്റെ സെന്റർ ഓ, സർക്കിള് ഒരു കോഡ്, വെറുതെ ഒരു കോഡാണ്. ആ റഫായിട്ട് ആ കോഡ് വരയ്ക്കാൻ വേണ്ടി ഞാൻ താഴത്ത് വരച്ചിട്ടുണ്ട് AB എന്ന് പറഞ്ഞ കോഡ്. കേട്ടോ, ഈ കോഡ് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ വരച്ചത്. ഇതിന്റെ മിഡ് പോയിന്റിലേക്കാണ്. ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ആ പെർപെൻഡിക്കുലർ എവിടെ വന്ന് മുട്ടും? മിഡ് പോയിന്റിൽ വന്ന് മുട്ടും. അല്ലെങ്കിൽ മിഡ് പോയിന്റും സെന്ററും കൂടി ജോയിൻ ചെയ്താൽ ആ ലൈൻ എന്തായിരിക്കും? ഈ കോഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാൽ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ. ഇനി ഈ സർക്കിളിന്റെ റേഡിയസ് ആണ് ഇങ്ങനെ കാണുന്നത്. അതാണ് റേഡിയസ്. ആ സർക്കിളിന്റെ റേഡിയസ് സെന്ററിൽ നിന്ന് ഈ സർക്കിളിലേക്ക് ലൈൻ വരച്ചാൽ കിട്ടുന്നതാണ് റേഡിയസ്. ആണോ? അപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടില്ല നമുക്ക്. ട്രയാങ്കിൾ AMO എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അല്ലെങ്കിൽ OAM എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ കിട്ടി. ആ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാണ്? ആ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിളാണ്. റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് ഇവിടെ നോക്കുക. സർക്കിളിന്റെ റേഡിയസ് സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് അതിനെ D കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം, ഡിസ്റ്റൻസ്. അതേപോലെ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ നീളം എന്ന് പറഞ്ഞാൽ ആ കോഡിന്റെ ഹാഫ് ലെങ്ത് ആണ്. ഇത് 3ഉം തമ്മിൽ ഉള്ള റിലേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം? പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് അത് റെപ്രസെന്റ് ചെയ്യാം. ശരിയാണല്ലോ? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. ഇനി ഇതിനെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ വിട്ടത്. മനസ്സിലായോ? ആ ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അതിന്റെ എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും മിക്കവാറും എങ്ങനെയായിരിക്കും? ഇതേ രൂപത്തിലായിരിക്കും ഒരു ഫിഗർ ഉണ്ടാകുക. ആ ഫിഗറിൽ ഒരു കോഡ് ഉണ്ടാവും. ആ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്യും. ആ സർക്കിളിന്റെ റേഡിയസ് ഇതേപോലെ മാർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. അത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, എല്ലാം ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കൂ, there is a code AB in a circle of radius 5 centimeter. 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ എന്തുണ്ട്? AB എന്ന പേരിൽ ഒരു കോഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് സർക്കിള്. ആ സർക്കിളിന്റെ റേഡിയസ് 5 സെന്റിമീറ്റർ ആണ്. ആ 5 സെന്റിമീറ്റർ എന്തുണ്ട്? AB എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ട്. അത് നമ്മൾ വരച്ചു കേട്ടോ. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 3 സെന്റിമീറ്റർ ഫ്രം ഇറ്റ്സ് സെന്റർ O. ഈ സർക്കിളിന്റെ സെന്ററായ Oയിൽ നിന്ന് 3 സെന്റിമീറ്റർ എവേ ആണെന്നുള്ളത് ആ കോഡ് ഉള്ളത്. അപ്പോൾ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 3 സെന്റിമീറ്റർ എവയാണ് അപ്പോൾ എന്തുള്ളത്? ആ കോഡ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് കിട്ടി? സർക്കിളിന്റെ റേഡിയസും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ കോഡിലേക്ക് സർക്കിളിന്റെ സെന്റർ എന്ന ഡിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മനസ്സിലാക്കണം അല്ലേ? ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡ്രോ എ റഫ് ഫിഗർ
ബേസ്ഡ് ഓൺ ദിസ് നാം. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു റഫ് ഫിഗർ വരയ്ക്കാൻ, ആ റഫ് ഫിഗറാണ് നമ്മളിവിടെ വരച്ചത്. മനസ്സിലായല്ലോ? റഫ് ഫിഗർ വരച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ കോഡ്? ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ദി കോഡ്. ഈ കോഡിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ 3 മെഷർമെന്റ് ആണ്. ഒന്ന് റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്, രണ്ടാമത്തത് കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, മൂന്നാമത്തത് ഹാഫ് ലെങ്ത് ആണ്. ഇത് 3-ൽ ഏതെങ്കിലും 2 കിട്ടിക്കഴിഞ്ഞാൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നാമത്തെ മെഷർമെന്റ് കാണാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഹാഫ് ലെങ്ത് ആയി ഈ എം എന്ന് പറഞ്ഞാൽ എ മുതൽ എം മിഡ് പോയിന്റ് ആണ്. ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഡബിൾ എടുത്താൽ എന്തായി? കോഡിന്റെ ലെങ്ത് ആയി. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഇതേപോലെ ഒരു ഫിഗർ, എല്ലാ ക്വസ്റ്റിലും ഇതേപോലെ ഫിഗർ വരക്കണം. ഫിഗർ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും. ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ട്രയാങ്കിൾ OAM. ട്രയാങ്കിൾ OAM. ഇൻ ട്രയാങ്കിൾ OAM. ട്രയാങ്കിൾ OAM. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അത് വെച്ചിട്ട് അതിൽ പൈതഗോറസ് തിയറം അങ്ങോട്ട് എഴുതുക. പൈതഗോറസ് തിയറം എന്താണ്? ഇതാണ് ഹൈപ്പോട്ടനീസ് അല്ലേ? ഇതിന്റെ നേരെ ഈ റൈറ്റ് ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതാണ് OA. ഇതാണ് ഹൈപ്പോട്ടനീസ്. അപ്പോൾ OA സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതിന്റെ സ്ക്വയർ എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതിന്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? OM സ്ക്വയർ പ്ലസ് എന്തായിരിക്കും? AM സ്ക്വയർ എഴുതുക കേട്ടോ. ഇതിൽ ഏതെങ്കിലും 2 നമുക്ക് തന്നിട്ടുണ്ടാവും. മൂന്നാമത്തെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഏതാ കണ്ടുപിടിക്കേണ്ടത്? പറയും. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? AM ആണ്. ഈ ചെറുതാണ് കേട്ടോ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണേ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ വലുത് നിന്ന് ഇത് മൈനസ് ചെയ്യാം. അങ്ങനല്ലേ? ഇതാണ് കാണുന്നെങ്കിൽ ഇത് 2 ആഡ് ചെയ്യാം. എവിടെ ഉണ്ട്? ഈ 2 ചെറുതുകളിൽ ഏതെങ്കിലും ഒന്നാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ വലുത്, ഇതാണ് വലുത്. ഇത് 2 കൂടി കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് വലുത്. ഇതിന്ന് എന്ത് ചെയ്താൽ മതി? ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതല്ലാത്ത മറ്റേത് മൈനസ് ചെയ്യാം. അപ്പോൾ AM-ന്റെ സ്ക്വയർ ആണ് കാണേണ്ടത്. ഇവിടെ നോക്കുക. അപ്പോൾ AM സ്ക്വയർ ഈക്വൽ എന്താ കിട്ടുക? AM സ്ക്വയർ ഈക്വൽ ടു OA സ്ക്വയർ മൈനസ് ചെയ്യണം. എന്ത് മൈനസ് ചെയ്യണം? OM-ന്റെ സ്ക്വയർ മൈനസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു OA എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണല്ലോ. അപ്പോൾ അവിടെ 5 കൊടുക്കുക. 5 സ്ക്വയർ മൈനസ് OM എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. എന്താണ് അത്? 3 സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? 5-ന്റെ സ്ക്വയർ 25 മൈനസ് 3-ന്റെ സ്ക്വയർ 9, എത്ര കിട്ടും? 16 എന്ന് കിട്ടും. എന്താണ് 16? AM സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. Therefore AM ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 16 ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 സെന്റിമീറ്റർ. കേട്ടോ, എന്താണ് AM എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ത് കിട്ടി? നമുക്ക് 4 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ നമ്മൾ ചോദിച്ച് കോഡിന്റെ ലെങ്ത് അല്ലേ? കോഡിന്റെ ഇവിടെ തൊട്ട് ഇവിടെ വരല് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ കോഡിന്റെ ഹാഫ് ലെങ്ത് ആണ്. ഹാഫ് ലെങ്ത് 4 ആണ്. അപ്പോൾ ഫുൾ ലെങ്ത് എത്ര ഉണ്ടാവും? അതിന്റെ ഡബിൾ ഉണ്ടാവും, 8 ഉണ്ടാവും. Therefore നമുക്ക് ഇവിടെ എഴുതാം. Therefore ലെങ്ത് ഓഫ് കോഡിന്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു എന്താ വരിക? 2 × 4. മനസ്സിലാവാൻ വേണ്ടി 2 × 4 എന്നാണ്. ഇവിടെ ഉള്ള 4 ആണ് അതിന്റെ ഡബിൾ. 2 × 4 എത്ര കിട്ടും? 8 സെന്റിമീറ്റർ. അപ്പോൾ 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളില് 3 സെന്റിമീറ്റർ എവേ ഉള്ള ഒരു കോഡ് വരച്ചാൽ, ആ 3 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചാലും 3 സെന്റിമീറ്റർ ഇങ്ങോട്ട് എടുത്താൽ 3 സെന്റിമീറ്റർ എങ്ങോട്ട് എടുത്തിട്ട് ഒരു കോഡ് വരച്ചാലും ആ കോഡിന്റെ ലെങ്ത് എപ്പോഴും എന്തായിരിക്കും? അത് 8 സെന്റിമീറ്റർ ആയിരിക്കും. 8 സെന്റിമീറ്റർ ലോങ് ആയിരിക്കും എന്ത്? ആ കോഡിന്റെ നീളം. മാർക്ക്. ഇതാണ് ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ ആദ്യം പൈതഗോറസ് തിയറം എഴുതുക. ഈ പൈതഗോറസ് തിയറം ഏതാണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഇതാണ് കാണണമെങ്കിൽ ഇതിന്ന് ഇത് മൈനസ് ചെയ്യാം. ഇതാണ് കാണണമെങ്കിൽ ഇതിന്ന് ഇത് മൈനസ് ചെയ്യാം. ഇതാണ് കാണണമെങ്കിൽ ഇത് എഴുതിയവർ 2 കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 2ന്റെ വാല്യൂ കൊടുത്തിട്ട് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ ഫിഗർ വരക്കണം. ഫിഗർ വരക്കാൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഫിഗർ വരക്കണം, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് ഇതേപോലെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. There is a 24 centimeter long chord in a circle of radius 13 centimeter. ഉണ്ടോ? 13 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ ഒരു കോഡുണ്ട്. ആ കോഡിന്റെ ലെങ്ത് 24 സെന്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കൂ. ഇപ്പം നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഫിഗർ വരക്കണം. 1-2 ഞാൻ ചെയ്ത് കാണിച്ചിരും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്യാൻ കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചു. ഉണ്ടോ? നമ്മളൊരു സർക്കിൾ വരച്ചു. അപ്പോൾ ആ സർക്കിളിൽ നമ്മൾ ഒരു കോഡ് വരക്കണം. കോഡ് വരച്ചു. കോഡിന്റെ പേര് നമുക്ക് AB എന്ന് കൊടുക്കാം. സർക്കിളിന്റെ സെന്റർ എന്ത് മാർക്ക് ഒക്കെ ഒരേപോലെ മാർക്ക് ചെയ്ത് നമ്മൾ മാർക്ക് ചെയ്യാം. സർക്കിളിന്റെ സെന്റർ O എന്ന് കൊടുത്തു. ഉണ്ടോ? എന്ത് ചെയ്യുക? സർക്കിളിന്റെ സെന്ററിൽ നിന്ന് കോഡിലേക്ക് നമുക്ക് എന്ത് ഒരു പെർപെൻഡിക്കുലർ വരക്കാം. ഈ പെർപെൻഡിക്കുലർ ആണ് കോഡിലേക്കുള്ള എന്ത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് M നമ്മൾ മാർക്ക് ചെയ്യും. ഇത് 90 ഡിഗ്രിയാണ് വരിക. OA എന്ന് പറഞ്ഞ സാധനം അങ്ങനെ മാർക്ക് ചെയ്യണം. ഇത്രയാണ് മാർക്ക് ചെയ്ത് വെക്കേണ്ടത്. ഞാൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? സർക്കിളിന്റെ റേഡിയസ് 13 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? 13 എന്ന് കൊടുക്കണം. ഇനി ദർ ഈസ് എ 24 സെന്റിമീറ്റർ ലോങ് കോഡ് എന്നാണ്. 24 സെന്റിമീറ്റർ നീളമുള്ള കോഡ് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ കോഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ AB ന്റെ മൊത്തം നീളമാണ് 24. അത് നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റിക്കരുത്.
കോഡിന്റെ ഫുൾ ലെങ്ത് ആണ് എന്ത് 24. അപ്പൊ അതിന്റെ ഹാഫ് ലെങ്ത്, ആ 24ന്റെ ഹാഫ് എടുക്കുക. കോഡിന്റെ ലെങ്ത് ആണ് തന്നില്ലെങ്കിൽ അതിന്റെ ഹാഫ് എടുക്കുക. എത്ര ഉണ്ടാവും? 24ന്റെ ഹാഫ് 12 ഉണ്ടാവും. ആ 12 ആണ് എന്ത് വരിക? ഈ AM-ന്റെ നീളം വരണം. AM എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നതാണ്. നമ്മൾ ഈ ട്രയാങ്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ട്രയാങ്കിളിൽ ഇതും 12 ഉണ്ടാവും, ഇങ്ങോട്ടുള്ള ഭാഗം 12 ഉണ്ടാവില്ല. അപ്പൊ ഇത് 12 ആണ് വരിക. മറക്കരുത്. രണ്ടും കൂടി ചേരുമ്പോഴാണ് ആകെ ലെങ്ത് എന്ത് വരിക? 24 വരിക. കണ്ടോ? ഇനി നമ്മളോട് ചോദിച്ചെന്താണ്? 24 സെന്റിമീറ്റർ ലോങ് ഉള്ള ഈ കോഡ് ഈ സെന്ററിൽ നിന്ന് എത്ര അകലത്തിലായിരിക്കും, എത്ര ഡിസ്റ്റൻസിലായിരിക്കണം? അപ്പോൾ 13 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? 24 സെന്റിമീറ്റർ ഉള്ള കോഡ് ഇവിടെ വരക്കാം, ഇവിടെ വേണമെങ്കിൽ വരക്കാം. എവിടെ വരച്ചാലും അതിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ശരിയല്ലേ? സെയിം ലെങ്ത് ഉള്ള കോഡുകളാണെങ്കിൽ ആ കോഡുകളൊക്കെ എന്തായിരിക്കും? സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കും. അതല്ലോ. അപ്പൊ നമ്മൾ ചോദിച്ചെന്താണ്? ഈ OM-ന്റെ നീളമാണ് ചോദിച്ചത്. കണ്ടോ? നമ്മൾ എങ്ങനെ ആൻസർ എഴുതുമ്പോൾ നോക്കുക. ഇൻ ട്രയാങ്കിൾ OAM, ഇതാണ് OAM ആ ട്രയാങ്കിൾ. നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ മാറ്റി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം പൈതഗോറസ് തിയറി ചെയ്താൽ പൈതഗോറസ് തിയറി എന്താണ്? OA സ്ക്വയർ ഈസ് ഈക്വൽ ടു, OA എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. ഈ റേഡിയസ് ആണ് തോന്നുന്നുണ്ടാവുക. റേഡിയസ് ഹാഫ് ലെങ്ത് ഇതിലേതാ തോന്നുന്നുണ്ടാവുക? റേഡിയസ് ആണ് തോന്നുന്നുണ്ടാവുക. അപ്പോൾ റേഡിയസ് ആണ് വലുത്, ഹൈപ്പോട്ടീസ് ആണ് വലുത്. OA സ്ക്വയർ ഈസ് ഈക്വൽ ടു പറയുന്നത് എന്താ വരിക? OM സ്ക്വയർ പ്ലസ് AM സ്ക്വയർ ഉണ്ടാവും. ഇതിലേതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? OM ആണ് കണ്ടത്. OM എന്ന് പറഞ്ഞാൽ ഇതാണ് കാണുന്നത്. ഇത് കാണുകയും എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാണ് വേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ എഴുതും OM സ്ക്വയർ ഈസ് ഈക്വൽ ടു OM സ്ക്വയർ ഈസ് ഈക്വൽ ടു OA സ്ക്വയർ മൈനസ് AM സ്ക്വയർ ഉണ്ടോ? OA-ന്റെ ലെങ്ത് എത്ര? 13 അല്ലേ? അപ്പോൾ 13 സ്ക്വയർ മൈനസ് AM എന്ന് പറഞ്ഞാൽ ഈ ഹാഫ് ലെങ്ത് ആണ്, അത് 12ന്റെ സ്ക്വയർ ഉണ്ടോ? 13ന്റെ സ്ക്വയർ 169 ഉണ്ടോ? മൈനസ് 12ന്റെ സ്ക്വയർ 144 ഉണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല 25 വരെയുള്ള നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയേഴ്സ് ബൈഹേർട്ട് പഠിക്കാൻ ഇതൊക്കെ ഇവിടെയൊക്കെ ആവശ്യം വരും. ഇതൊക്കെ അറിഞ്ഞാൽ നമുക്ക് വേണം. ഈ 13ന്റെ സ്ക്വയർ എത്രയെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് 169 എഴുതി. അതല്ല അറിയാത്തവർ എന്ത് ചെയ്യും? ഇവിടെ അങ്ങനെ ചെയ്യേണ്ടി വരും. 13 × 13 ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഇത് ചെയ്യുമ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അവിടെയും തെറ്റും. മനസ്സിലോ? എപ്പോഴും ആവശ്യമുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ഇഷ്ടംപോലെ സമയം നിങ്ങൾക്കുണ്ട്. ഒരു 25 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എഴുതി വെച്ചാൽ ബൈഹേർട്ട് പഠിക്കും. നിങ്ങൾ കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ടാവും. മനസ്സിലോ? അതൊക്കെ നമുക്ക് ഇവിടെ ആവശ്യം വരും, എല്ലാം ആവശ്യം വരും. അപ്പോൾ 13ന്റെ സ്ക്വയർ നമുക്ക് എന്ത് കിട്ടി? 169. 12ന്റെ സ്ക്വയർ 144. 169 മൈനസ് 140, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 25 എന്ന് കിട്ടും കേട്ടോ. 25 കിട്ടും. എന്താ 25? OM സ്ക്വയർ ഈസ് ഈക്വൽ ടു 25 കേട്ടോ. OM-ന്റെ സ്ക്വയർ 25 ആണ്. Therefore OM ഈസ് ഈക്വൽ ടു OM ഈസ് ഈക്വൽ ടു √25. ഇവിടെ നമുക്ക് ആ OM എന്ന് പറഞ്ഞാൽ ലെങ്ത്തിന്റെ സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ കിട്ടുക. ആ സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? OM കാണണം. OM ഈസ് ഈക്വൽ ടു √25. എത്ര വരും? 5 എന്ന് വരും കേട്ടോ. എന്താ OM എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഈ 24 സെന്റിമീറ്റർ ലോങ് ആയ ഈ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് 5 സെന്റിമീറ്റർ. ഈ സർക്കിൾ എവിടെ 24 സെന്റിമീറ്റർ നീളമുള്ള ഇത് വരച്ചാലും അതിലേക്കൊക്കെ എന്തുണ്ടാവും? 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. സെയിം ഡിസ്റ്റൻസ് ആണ് എല്ലാത്തിനും ഉണ്ടാവുക ആണോ? മറക്കരുത്. ഇതാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ 3 മെഷർമെന്റ്, ഒന്നുകിൽ റേഡിയസ്, ഒന്നുകിൽ ഈ ഡിസ്റ്റൻസ്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കാണിരും. ബാക്കിയുള്ള 2 എന്ത് ഉണ്ടാവും? തന്നിട്ടോ. അപ്പോൾ ഇതാണെന്ത്? അതിനുള്ള ടെക്നിക്ക്. മറക്കരുത്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കും, ചെയ്യണത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ കോഡ് ഓഫ് എ സർക്കിൾ വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 12 സെന്റിമീറ്റർ ഫ്രോം ഇറ്റ് സെന്റർ ഈസ് 18 സെന്റിമീറ്റർ ലോങ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന്, ക്വസ്റ്റ്യൻ ശരിക്കും നോക്കുക. ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 12 സെന്റിമീറ്റർ എവേ എന്നാണ് 12 സെന്റിമീറ്റർ അകലത്തിലുള്ള ഒരു കോഡിന്റെ ലെങ്ത് 18 സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു സർക്കിൾ വരച്ചു, സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്തു. ആ സർക്കിളിൽ ഒരു കോഡ് വരച്ചു. ഈ കോഡിന് നമുക്ക് എന്ത് പേര് കൊടുക്കാം? AB എന്ന് പേര് കൊടുക്കാം. സർക്കിളിന്റെ സെന്റർ O ആണ്. ഇവിടെ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്? 12 സെന്റിമീറ്റർ 12 സെന്റിമീറ്റർ അകലത്തിലുള്ള ഈ കോഡിന്റെ ലെങ്ത് എത്രയാണ്? നമ്മൾ 18 ആണ്. 18. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കി 18 വരും. ഇത് 9, ഇവിടെ 9 വരും, ഇവിടെ ഇങ്ങോട്ട് 9 വരും. ഇതാണ് എന്ത്? അതിന്റെ മിഡ് പോയിന്റ് വരിക. ഈ ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണ് കേട്ടോ. ഇത്രയും ഓക്കെ അല്ലേ? അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്.
വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് അനദർ കോഡ്. അങ്ങനെയാണെങ്കിൽ വേറൊരു കോഡിന്റെ ലെങ്ത് എത്രയാണ്? ഇവിടെ 12 സെന്റിമീറ്റർ അകലത്തിൽ 12 സെന്റിമീറ്റർ അകലത്തിൽ നമ്മളൊരു കോഡ് വരച്ചാൽ അതിന് എത്ര ഉണ്ടാവും? അതിന് 18 സെന്റിമീറ്റർ ഉണ്ടാവും. അത് ഇങ്ങോട്ട് വരച്ചാലും ഇങ്ങോട്ട് 9, എങ്ങോട്ട് വരച്ചാൽ ഈ ഡിസ്റ്റൻസ് 9 കേട്ടോ. കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 9 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു കോഡ് വരച്ചാൽ ആ കോഡിന്റെ ലെങ്ത് എന്തായിരിക്കും? എപ്പോഴും അത് 18 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ലെങ്ത് ഓഫ് അനദർ കോഡ് ഓഫ് ദി സെയിം സർക്കിൾ വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 9 സെന്റിമീറ്റർ ഫ്രം ദി സെന്റർ ഓഫ് ദി സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരു 9 സെന്റിമീറ്റർ ഡിസ്റ്റൻസ്, ഇത് 12 ആണ്, അത്രല്ല, അതിനേക്കാളും ഡിസ്റ്റൻസ് കുറച്ചിട്ട് ഇത്ര ഡിസ്റ്റൻസ് എന്ത് ചെയ്യണേ? ഒരു കോഡ് വരയ്ക്കുക. എത്ര ഡിസ്റ്റൻസ് വരുമ്പോൾ ആ കോഡ് ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ കോഡ് വരയ്ക്കും. ഉണ്ടോ 12 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ കോഡിന്റെ ലെങ്ത് 18 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 9 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഈ കോഡിന്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ശരിക്കും മനസ്സിലാക്കുക. ഇത്ര ഡിസ്റ്റൻസിലുള്ള ഒരു കോഡ് ഇത്ര ലെങ്ത് ഉണ്ട്. എന്നാൽ അതേ സർക്കിളിൽ വേറെ ഡിസ്റ്റൻസ് 9 സെന്റിമീറ്റർ അകലത്തിൽ ഒരു കോഡ് വരച്ചാൽ ഈ കോഡ് നമുക്ക് CD പേര് കൊടുക്കാം. ഈ CD എന്ന് പറയുന്ന കോഡിന്റെ ഡിസ്റ്റൻസ്, അതിന്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ചോദ്യത്തിന് മീനിങ് മനസ്സിലായല്ലോ? ഇവിടെ നോക്കാം. അപ്പോൾ ഈ കോഡിന്റെ പേര് CD ആണ്. ഈ മിഡ് പോയിന്റ്, ഇവിടെ നമ്മൾ മിഡ് പോയിന്റ് N കൊടുത്തില്ല, ഇവിടെ M കൊടുത്തില്ലേ? ഇവിടെ മിഡ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം? N എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ വരക്കാം. അങ്ങനെ ട്രയാങ്കിൾ വരച്ചുകൂടെ? ഇത് എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇതെന്താണ്? 9 സെന്റിമീറ്റർ ആണ്. ഈ ഡിസ്റ്റൻസ് ഇതാ ഈ കോഡിന്റെ ഹാഫ് ലെങ്ത് എത്ര കിട്ടിക്കഴിഞ്ഞാൽ ആ ഫുൾ ലെങ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടോ? ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? ഇത് ചെയ്യാൻ 2 രീതിയിൽ ചെയ്യാം നമുക്ക്. ഒന്ന്, ഈ സർക്കിളിന്റെ ഇപ്പൊ ഇവിടെ ഈ ട്രയാങ്കിൾ നോക്കൂ. ഈ ട്രയാങ്കിളിൽ ഈ ഡിസ്റ്റൻസും ഉണ്ട്, എന്തുണ്ട്? കോഡിന്റെ ഹാഫ് ലെങ്ത് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ സർക്കിളിന്റെ റേഡിയസ് ആയ R എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്ത് നോക്കാല്. ഇൻ ട്രയാങ്കിൾ OAM, നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇൻ ട്രയാങ്കിൾ OAM എന്നാണ് ട്രയാങ്കിളിൽ. നമുക്ക് എന്താ കാണണ്ടേ? സർക്കിളിന്റെ റേഡിയസ് ആണ് കാണുന്നത്. അപ്പൊ ഇത് OA ആണ് കാണേണ്ടത് അല്ലെ? OA സ്ക്വയർ. അത് കാണാൻ എന്താ ചെയ്യേണ്ടത്? ഈ 2 ലെങ്ത്തുകളുടെ സ്ക്വയറുകൾ ആഡ് ചെയ്യണം. അത് OM സ്ക്വയറും എന്നും കൂടി ആഡ് ചെയ്യണം. AM സ്ക്വയറും കൂടി ആഡ് ചെയ്യണം. ഇത് ഡൗട്ട് ഇല്ലല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു OM എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ആണ്. അപ്പൊ 12 സ്ക്വയർ പ്ലസ് ഈ AM എന്ന് പറഞ്ഞാൽ സർക്കിൾ ഈ കോഡിന്റെ ഹാഫ് ലെങ്ത് ആണ്, അത് 9 ആണ്. 9ന്റെ സ്ക്വയർ ഉണ്ടാവും. 12ന്റെ സ്ക്വയർ 144 ആണ്. 144 പ്ലസ് 9ന്റെ സ്ക്വയർ 81 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 225 എന്നാണ് വരിക. എന്താ 225? OA എന്ന് പറഞ്ഞാൽ OA എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ആണ്, അതിന്റെ സ്ക്വയർ ആണ് 225. Therefore OA will be is equal to root of 225. 225 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 15 എന്ന് പറഞ്ഞ നമ്പറിന്റെ സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ റൂട്ട് എന്താ വരിക? 15 ആണ് വരിക. നേരത്തെ ഞാൻ പറഞ്ഞു, സ്ക്വയറുകളൊക്കെ പഠിച്ചു വെച്ചാൽ നമ്പർ കാണുമ്പോൾ അത് ഇന്ന നമ്പറിന്റെ സ്ക്വയർ ആണ് എന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഇതേപോലത്തെ നമ്പറുകൾ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സ്ക്വയർ ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. അതിന് ആ 25 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയറുകൾ എല്ലാവരും എന്ത് ചെയ്യുക? ബൈ ഹാർട്ട് പഠിച്ചു വെക്കുക. അത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്. പറഞ്ഞവരാൾക്ക് ഒന്ന് പൊടി തട്ടിയിരിക്കുക. അതൊക്കെ ഇവിടെ ആവശ്യമുണ്ട്. എപ്പോഴാണ് അതൊക്കെ ആവശ്യം വരിക പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണ പോലെ അതൊക്കെ പഠിച്ചു വെച്ചാൽ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പം എന്ത് ചെയ്യാൻ പറ്റും? എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ സർക്കിളിന്റെ റേഡിയസ് എത്ര കിട്ടി? 15 കിട്ടിയില്ലേ? ഓക്കെ. സർക്കിളിന്റെ റേഡിയസ് ഇവിടെ 15 കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയും 15 തന്നെ വരിക. ഒരു സ്ഥലത്ത് 15 ആണ്. സർക്കിളിന്റെ റേഡിയസ് എങ്ങോട്ട് വരച്ചാൽ ഒക്കെ എന്തിനേ വരുള്ളൂ? 15 വരുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈ ട്രയാങ്കിളിലേക്ക് വരാം. ഈ ട്രയാങ്കിളിൽ OCN ആണോ? നമ്മളിവിടെ OAM എടുത്ത പോലെ OCN എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിൽ ഇവിടെ നോക്കുക. ആ ട്രയാങ്കിളിൽ അതിന്റെ റേഡിയസ് 15 നമുക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ഈ ലെങ്ത് എന്താണ്? ഇത് 9 ആണ് കിട്ടി കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ CNന്റെ ലെങ്ത് കണ്ടുപിടിച്ചൂടെ? CNന്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ പേര് എഴുതാം. എങ്ങനെ നമ്മൾ എഴുതാം? നോക്കുക. ഇൻ ട്രയാങ്കിൾ OCN. ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ പൈതഗോറസ് തിയറം ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എന്താ കാണേണ്ടത്? ഈ CNന്റെ ലെങ്ത് കാണാം. CNന്റെ ലെങ്ത് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതാണ് വലിയ ലെങ്ത്. OCന്റെ സ്ക്വയറിന്ന് ONന്റെ സ്ക്വയർ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ CN സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? OC സ്ക്വയർ മൈനസ് ON സ്ക്വയർ. ശരിയല്ലേ? OCന്റെ ലെങ്ത് എത്ര? 15 ആണ്. സർക്കിളിന്റെ റേഡിയസ് ആണ്. 15 സ്ക്വയർ മൈനസ് ON എന്ന് പറഞ്ഞാൽ ഇത് 9 ആണ്. അപ്പോൾ 9ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 ആണ്. മൈനസ് 9ന്റെ സ്ക്വയർ 81 എന്ന് കിട്ടും. ഇത് മൈനസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇത് മൈനസ് ചെയ്താൽ നമുക്ക് 144 എന്ന് കിട്ടും. 144 എന്ന് കിട്ടും. എന്താ ഈ 144 എന്ന് പറഞ്ഞാൽ എന്താണ്?
144 എന്ന് പറഞ്ഞാൽ സി എന്നിന്റെ സ്ക്വയർ ആണ്. സി എൻ എന്ന് പറഞ്ഞ സാധനം എന്താ, ഈ ഹാഫ് ലെങ്ത് ആണ്, അതിന്റെ സ്ക്വയർ ആണ് 144. therefore സി എൻ ഈസിക്കൽ എന്താ കിട്ടുക, സി എൻ ഈസിക്കൽ ടു റൂട്ട് ഓഫ് 144 ഈസിക്കൽ ടു കിട്ടും 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. എടാ 12 സെന്റിമീറ്റർ എന്ന് കിട്ടും. എന്താ 12 സെന്റിമീറ്റർ? സി എന്നിന്റെ ലെങ്ത്, സി എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ കോഡിന്റെ ഹാഫ് ലെങ്ത്, ഇത് എത്ര കിട്ടും നമുക്ക്, ഇത് 12 എന്ന് കിട്ടും. ഇത് 12 ആണെന്നുണ്ടെങ്കിൽ ഈ കോഡിന്റെ ഫുൾ ലെങ്ത് എന്തായിരിക്കും വരിക, 12 പ്ലസ് 12, ശരിയല്ലേ? therefore ആ കോഡിന്റെ ലെങ്ത് ആയ സി ഡി ഈസ് ഈക്വൽ ടു 12 പ്ലസ് 12 അല്ലെങ്കിൽ 2 × 12 എത്ര വരും, 24 സെന്റിമീറ്റർ ആണെന്ന് വരിക ആ കോഡിന്റെ ലെങ്ത് വരിക. അപ്പൊ എന്താ മനസ്സിലായത് നമുക്ക്? ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് 12 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളൊരു കോഡ് വരച്ചു, അതിന് 18 സെന്റിമീറ്റർ നീളമുണ്ട്. അങ്ങനെ ആണെങ്കിൽ 9 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളൊരു കോഡ് വരച്ചാൽ അതിന്റെ ലെങ്ത് എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചത് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ആദ്യത്തെ ട്രയാങ്കിളിൽ സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിച്ചു. ആ റേഡിയസ് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ ആ കോഡിന്റെ ലെങ്ത് കാണുകയാണ് ചെയ്തത്. ഇതാണ് ഇത് ചെയ്യാനുള്ളൊരു മെത്തേഡ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകമായിട്ട് ചോദിക്കും, ABC ക്വസ്റ്റ്യനിൽ ചോദിക്കും ആദ്യം വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ റേഡിയസ് ഓഫ് ദി സർക്കിൾ കണ്ടു, മനസ്സിലായോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈ കോഡിന്റെ ലെങ്ത് എത്രയെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഇനി സർക്കിളിന്റെ റേഡിയസ് ചോദിച്ചിട്ടില്ലെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് ചെയ്യാതെ, സർക്കിളിന്റെ റേഡിയസ് അത്ര കാൽക്കുലേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ലെങ്ത് കാണാൻ പറ്റും. മനസ്സിലായോ? സർക്കിളിന്റെ റേഡിയസ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് ആ ലെങ്ത് ഇവിടെ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്ത് ഈ സി എന്നിന്റെ ലെങ്ത് കണ്ടത്. ഇത് അങ്ങനെ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു മെത്തേഡിലും കൂടി ഇത് ചെയ്യാൻ പറ്റും. അതും കൂടി ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ സർക്കിൾ വരച്ചു, സർക്കിളിൽ ആദ്യത്തെ കോഡ് വരച്ചു, ഇതിങ്ങനെ വരച്ചു. ഇതിന്റെ ഈ റേഡിയസ് 6 ആണ്. ഈ റേഡിയസ് എന്തിനാ വരിക, ഈ റേഡിയസ് 6, ഇതിന്റെ ലെങ്ത് എത്ര നമുക്കറിയാം. അപ്പോൾ ആ ലെങ്ത് അറിയാത്തതുകൊണ്ട് അവിടെ 6 കൊടുത്തു, ശരിയല്ലേ? ഇനി OAM എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണേ, ഈ ലെങ്ത്, ഈ OA എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് 6 അല്ലേ. അപ്പോൾ 6ന്റെ സ്ക്വയർ കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. R² എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് എഴുതാം, OA² ഈസ് ഈക്വൽ ടു എന്താ OA² കിട്ടുക, ഈ ലെങ്ത്തും ഈ ലെങ്തിന്റെ സ്ക്വയറുകൾ ആഡ് ചെയ്യണല്ലേ. അപ്പോൾ OM സ്ക്വയർ പ്ലസ് എന്താ വരിക, AM², ശരിയല്ലേ? AM². അതായത് OAന്റെ ലെങ്ത് 6 ആണ്. അപ്പോൾ R² ഈസ് ഈക്വൽ ടു ആണ്, OAയുടെ ലെങ്ത് 6 എന്നാണ് നമ്മൾ കൊടുത്തത്, നമുക്ക് അറിയാം. R² ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, OMന്റെ ലെങ്ത് 12 അല്ലേ. അപ്പോൾ 12² പ്ലസ് AM-ന്റെ ലെങ്ത് അത് 9² എന്ന് കിട്ടും. R² ഈസ് ഈക്വൽ ടു 12² പ്ലസ് 9². ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. പിന്നെ പറയാൻ വേണ്ടിയിട്ടാണ് പേര് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഇനി ഫ്രം ട്രയാങ്കിൾ OCN, ഇത് നമ്മുടെ OAM ആണ്. അടുത്തത് ഇൻ ട്രയാങ്കിൾ OCN, ഈ OCN എന്ന് പറയും ട്രയാങ്കിളിൽ നിന്ന് ഈ 6 ഈ 6ന്റെ സ്ക്വയർ എങ്ങനെ കാണാം, അതാണ് 6 അല്ലേ, അതിന്റെ സ്ക്വയർ എങ്ങനെ കാണാം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് OCന്റെ സ്ക്വയർ എങ്ങനെ കാണാം, OC² ഈസ് ഈക്വൽ ടു ഈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ON² പ്ലസ് CN², ON² പ്ലസ് CN², ശരിയല്ലേ? ശരിയാണ്. അതായത് OC എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പോൾ 6 ആണ്. R² ഈസ് ഈക്വൽ ടു ON, എന്താ ON എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, അത് 9 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 9² പ്ലസ് CN എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കോഡിന്റെ ഹാഫ് ലെങ്ത് ആണ്, അത് അത്രയും നമുക്ക് അറിയില്ല. CN, അപ്പോൾ അവിടെ എന്തെങ്കിലും എഴുതുക, CN² എഴുതുക. ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഈ ഇക്വേഷൻ 1ഉം ഈ ഇക്വേഷൻ 2 ഒന്ന് നോക്കൂ. ഇതിന്റെ ഇവിടെ R² ആണ്, ഇതും R² ആണ്. അതായത് R² ഈസ് ഈക്വൽ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, R² ഈസ് ഈക്വൽ ഇത് ആണോ. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആവില്ലേ. അതായത് R² കാണാനുള്ള ഒരു സംഭവമാണ് ഇത്, R² കാണാനുള്ള വേറെ സംഭവമാണ് ഇത്. ഇത് രണ്ടും ഈക്വൽ, ഇത് രണ്ടും ചെയ്താൽ എന്താ കിട്ടുക, R² കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഫ്രം ഇക്വേഷൻ ശ്രദ്ധിക്കാം, ഫ്രം 1 and 2, 1ഉം 2വിൽ നിന്നും ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 12² പ്ലസ് 9² പ്ലസ് 9² ഈസ് ഈക്വൽ ടു ഇതിന്റെ ഈ രണ്ട് ഇക്വേഷൻസ് ആണിത്. അതിന്റെ ലെഫ്റ്റ് സൈഡുകൾ രണ്ടും ഈക്വൽ ആയ R² ആണ്, ഇവിടെ R². ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പൊ 12² പ്ലസ് 9² ഈസ് ഈക്വൽ ടു എന്ത് വരും, ഇതിന്റെ റൈറ്റ് സൈഡ് 9² പ്ലസ് CN² ആയിരിക്കും. ഇതും R², ഇത് ചെയ്താലും R² ആണ് കിട്ടുക, അത് ചെയ്താൽ R² ആണ് കിട്ടുക, ഇത് ചെയ്താലും എന്തിനായിട്ട് R² ആണ് കിട്ടുക. രണ്ടും ഒന്നെന്നാണെങ്കിൽ അത് രണ്ടും എന്താണ്, ഈക്വൽ ആണ് അർത്ഥം. അങ്ങനെ എഴുതി ആണോ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അവിടെ നോക്കും, ഇവിടെ ഒരു 9² കാണും, ഇവിടെ ഒരു 9² ആണ്. 9² രണ്ട് ഭാഗത്തും വെട്ടിക്കളഞ്ഞു. അപ്പം എന്താ ബാക്കിയിട്ട് CN² ഈസ് ഈക്വൽ ടു 12² കിട്ടും. CN² ഈസ് ഈക്വൽ ടു 12². CN-ന്റെ സ്ക്വയർ 12² ആണെങ്കിൽ CN ഈസ് ഈക്വൽ എന്ത് തരും, 12 വന്നിട്ടുണ്ടോ.
സി എന്ന് പറഞ്ഞാൽ 12 അതാണ് സി എൻ. ഇതിൻ്റെ ലെങ്ത് എത്ര 12 ആണ്. അതുകൊണ്ട് ആ കോഡിൻ്റെ ഫുൾ ലെങ്ത് എന്താ വരിക? കോഡിൻ്റെ ഫുൾ ലെങ്ത് സി ഡി ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 2 എത്ര വരും? 24 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ നമുക്ക് സർക്കിളിൻ്റെ റേഡിയസ് കാണാതെ ഡയറക്റ്റ് ആയിട്ട് കാണുന്നതാണ് ഇത്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് സർക്കിളിൻ്റെ റേഡിയസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ മോഡൽ എന്ത് ചെയ്യണം? ചെയ്യണം. നിങ്ങൾക്ക് 2 മോഡൽ നിങ്ങൾ എഴുതി വെക്കുക ബുക്കിൽ. 2 മോഡൽ എഴുതി വെക്കുക. 2 മോഡൽ ചെയ്ത് പഠിക്കും ചെയ്യാം. എന്താണ് ചോദിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ ചെയ്ത മോഡൽ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള മോഡൽ. അതായത് ഒന്നിന്ന് റേഡിയസ് കണ്ടു, ആ റേഡിയസ് ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അതിൽ നിന്ന് ഈ ലെങ്ത് കാണാണ് കേട്ടോ. ഇങ്ങനെയും ചെയ്യാം. ഈ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ ആൻസർ വിട്ട് തരുമ്പോൾ ഈ മോഡലേ ഉണ്ടാവുള്ളൂ. മറ്റേ മോഡൽ നിങ്ങൾ മനസ്സിലാക്കണം. മറ്റേ മോഡൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കാണുമ്പോൾ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ ആണല്ലോ? ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇപ്പോൾ ഒരു സർക്കിളിൽ ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡുമായിട്ട് ബന്ധപ്പെട്ട് 3 മെഷർമെന്റ്സ് മനസ്സിലായല്ലോ. ഒന്ന് ഇത് ഡിസ്റ്റൻസ്, ഒന്ന് അതിൻ്റെ ഹാഫ് ലെങ്ത്, ഒന്ന് റേഡിയസ്. ഇതിൽ ഏതെങ്കിലും 2 തന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്ത്. ശരിയല്ലേ? ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ടേബിളാണ്. ഇത് ഒരു ടേബിളാണ് കേട്ടോ. ഈ ടേബിളിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. മനസ്സിലായല്ലോ? റേഡിയസ് ഓഫ് ദ സർക്കിൾ തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് കോഡ് തന്നിട്ടില്ല, ഡിസ്റ്റൻസ് ഫ്രം സെന്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 2 തന്നിട്ടുണ്ടോ, 3ാമത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഓരോന്നിനും ഇത് എന്ത് ചെയ്യുക? ഇതേപോലെ തന്നെ ഇത് 2ാമത്തെ വേണ്ട, ഈ താഴത്തുള്ള പോലെ എന്ത് ചെയ്യുക? ഒരു ഫിഗർ വരയ്ക്കുക. ആ ഫിഗറിൽ AB തന്നെ കോഡ് വരയ്ക്കുക. അതൊക്കെ വരച്ച് മാർക്ക് ചെയ്ത് എന്ത് ചെയ്യണം? അത് എന്താണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് കണ്ടുപിടിക്കാൻ വേണ്ടി. ഈ ടേബിൾ വെറുതെ ഫില്ല് ചെയ്ത് വെക്കല്ല. ഓരോന്നും എന്ത് ചെയ്യുക? ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിട്ട് ഇതേപോലെ ഫിഗർ വരച്ച് 3 എണ്ണങ്ങൾ ഒറ്റക്ക് എന്ത് ചെയ്യണം. അപ്പോൾ 3 റേഡിയസ് കാണുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഈ കോഡിന്റെ ലെങ്ത് കാണുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഈ ഡിസ്റ്റൻസ് കാണുന്നത് 3 ഓരോ എക്സാമ്പിൾ ഞാൻ ചെയ്തു തന്നു. അതേപോലെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യൂലേ? ഇനി അതിന്റെ താഴേക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതാലോ അതിൽ 3 ക്വസ്റ്റ്യൻസ് ഇനി ബാക്കിയുണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചെയ്തുതരാം. ബാക്കിയുള്ള 2 ക്വസ്റ്റ്യനുകൾ ചെയ്യാനുള്ളതാണ്. അത് നിങ്ങളെ യുക്തി ഉപയോഗിച്ച് ചെയ്യണം, നാക്ക് ഉപയോഗിച്ച് ചെയ്യണം. പറഞ്ഞാലോ ഒക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും. നിങ്ങൾ നാക്ക് ഉപയോഗിച്ച് ചെയ്യുക. ഇവിടെ ഈ സാധനം കണ്ടോ? ഈ സാധനം ഇവിടെ ഈ ഫിഗർ നോക്കൂ. ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഈ കോഡിലാറ്റർ അവിടെ ഷെയ്ഡ് ചെയ്തത് അതെന്താ സാധനം? ഇതും ഇത് രണ്ടും പാരലലാണ്. അതായത് മുകളിലും താഴത്തും കാണുന്നത് എന്താണ്? പാരലൽ സൈഡ്സ് ആണ്. അപ്പോൾ ഒരു ഓപ്പോസിറ്റ് പെയറുകൾ, ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ എന്താ പറയുക? ട്രപ്പീസിയം എന്നാ പറയുക അല്ലേ? അപ്പോൾ ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനാണ്. ട്രപ്പീസിയത്തിന്റെ ഏരിയ എങ്ങനെ കാണുക? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ട്രപ്പീസ് എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും സാധനം? അങ്ങനെ ഉണ്ടാവും. ഇതും പാരലൽ. ഇതിന്റെ ലെങ്ത് A ആണ്, ഇതിന്റെ ലെങ്ത് B ആണ്. ഇത് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് h ആണെങ്കിൽ ഇതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു h ഇൻറ്റു A+B എന്നാണ്. A+B ആണ്. അപ്പോൾ ഈ ലെങ്ത്തും ക്വസ്റ്റിൽ തന്നാണ്, ഇതും ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവും. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കാണുന്നത്. ഈ ഡിസ്റ്റൻസ് കാണാനുള്ള ഐഡിയ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. അപ്പോൾ അത് ഉപയോഗിച്ച് ആ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് അതിന്റെ ഏരിയ കാണാം. അതാണ് ഈ ക്വസ്റ്റ്യൻ. അതല്ലോ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാം? ചെയ്തുതരാം. 5ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും. ഇവിടെ നോക്കാം. In a circle of radius 5 cm, 2 parallel chords of length 6 cm and 8 cm are drawn on either side of a diameter. എന്താ അതിൻ്റെ അർത്ഥം? ഒരു സർക്കിൾ ഉണ്ട്, 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ എന്താണ് ആ പറഞ്ഞതെന്നുള്ളത് നല്ലപോലെ മനസ്സിലാക്കിയാൽ മതി. കൂളായിട്ട് ചെയ്യാം. 5 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ഉണ്ട്. അപ്പോൾ ഞാൻ ആ സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ സെന്റർ ഇവിടെ മാർക്ക് ചെയ്ത് സെന്റർ ഓൺ തിരിച്ചു സർക്കിൾ. മനസ്സിലോ? ഈ സർക്കിളിന്റെ ഇതാണ് സെന്റർ. ഈ സെന്ററിലൂടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഡയമീറ്റർ വരച്ചൂടെ? ഞാൻ വരക്കണില്ല. ഈ സർക്കിളിന്റെ ഒരു ഡയമീറ്ററിന്റെ 2 സൈഡിലുമായിട്ട്, ഒന്ന് ഈ സൈഡിലാണ്, ഒന്ന് ഈ സൈഡ്, 2 സൈഡ്. അതാണ് ഓൺ എയ്തർ സൈഡ് ഓഫ് എ ഡയമീറ്റർ. 2 സൈഡിലായിട്ടാണ്. അതല്ലോ 2 സൈഡായിട്ട് എന്തുണ്ട്? 2 കോഡ്സ് ഉണ്ട്. അതായത് 6 സെന്റിമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു കോഡും ഉണ്ട്, 8 സെന്റിമീറ്റർ ലോങ് ആയിട്ടുള്ള കോഡും ഉണ്ട്. ചില 6 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും വീതം നീളമുള്ള 2 കോഡുകൾ എവിടെ ഉണ്ട്? രണ്ടും ഒരു സൈഡിലല്ല, ഒന്ന് ഒരു സൈഡിലും ഒന്ന് വേറൊരു സൈഡിലുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോഡ് ഇവിടെ വരക്കാം, അവിടെ നോക്കാം, നോക്കട്ടോ. ഒരു കോഡ് ഞാൻ ഇവിടെ വരച്ചു. ഇതിന്റെ ലെങ്ത് ഒരു 6 സെന്റിമീറ്റർ ആയിരുന്നു. ഇത് 6 സെന്റിമീറ്റർ ഉള്ള ഒരു ഇനി ഇതിനേക്കാൾ നീളം കൂടിയൊരു കോഡാണ് അടുത്തത്. ഇത് ഡയമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഒരു സൈഡിലായി, ഇതിന്റെ മറ്റേ സൈഡിലാണല്ലേ. അപ്പോൾ ഇതിനേക്കാൾ നീളം കൂടിയതാകുമ്പോൾ എന്ത് ചെയ്യും? ഇത് കുറച്ചുകൂടി അടുത്ത് വരും. അപ്പോൾ കുറച്ച് ഇങ്ങനെ വരും. ശരിയല്ലേ? അങ്ങനെ വരും. ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടുകയാണെങ്കിൽ കോഡിന്റെ ലെങ്ത് കുറയും. ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ കോഡിന്റെ ലെങ്ത് എന്തെങ്കിലും കൂടും. ശരിയാണല്ലോ? അപ്പോൾ ഇത് AB ആണ് ഇരിച്ചുള്ളൂ. ഇത് AB ആണ്. ഇതിന്റെ നീളം 8 സെന്റിമീറ്ററാണ്.
ഇത് CD ആണ് വിചാരിക്കുക, ഇതിൻ്റെ നീളം എന്താണ് 6 സെൻറ്റിമീറ്ററും ആണ് കേട്ടോ. അതാണ് പറഞ്ഞത്. ഒരു ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റർ നോക്കിയാൽ ഈ സെൻറ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ട് എന്തുണ്ട് 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററുള്ള രണ്ട് കോഡ്സ് ഉണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് എത്ര പറഞ്ഞത് 5 സെൻറ്റിമീറ്റർ റേഡിയസിലെ സർക്കിളാണ് ആദ്യം പറയണത്. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഡ്രോ എ റഫ് ഫിഗർ ആൻഡ് മാർക്ക് ദ മെഷർമെന്റ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു റഫ് ഫിഗർ വരച്ചിട്ട് എന്ത് ചെയ്യണം, ആ തന്നിട്ടുള്ള മെഷർമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വരക്കണം എന്ന് പറഞ്ഞാൽ സർക്കിൾ സെൻറ്റർ ഇതാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എവിടുതാ, ഈ ഡിസ്റ്റൻസ് ഇങ്ങനെ വന്നു. ഈ രണ്ട് കോഡ്സ് പാരലൽ ആണ് പറഞ്ഞിട്ടോ. ദർ ആർ 2 പാരലൽ കോഡ്സ് പ്രത്യേകം പറ. പാരലൽ എന്ന് പറഞ്ഞാൽ ഇതും ഇതൊന്നും കൂടി ചെരിഞ്ഞിട്ടൊന്നുമല്ല, ഇത് രണ്ടും എന്താണ് കറക്റ്റ് പാരലലാണ്. അത് രണ്ടും പാരലൽ ആയുള്ള മെച്ചം എന്താ പറയുക, ഈ O എന്ന് പറഞ്ഞ സെന്ററിൽ നിന്ന് ഈ കോഡിലേക്കുള്ള ഈ ഡിസ്റ്റൻസും അതേപോലെ O എന്ന് പറഞ്ഞ സെന്ററിൽ നിന്ന് ഇതാ ഈ കോഡിലേക്ക് ഇത് രണ്ടും കൂടി ചേർന്ന് എന്തായിട്ട് ഒരു സ്ട്രെയിറ്റ് ഇങ്ങനെ ഒരു ഒറ്റ ലൈൻ നമുക്ക് കിട്ടാം കേട്ടോ. അങ്ങനെ നേരെ ഇത് കുറച്ചുകൂടി ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഈ വര അങ്ങോട്ട് ഒടിഞ്ഞു വരും. മനസ്സിലായാലോ? ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഇവിടെ നിന്നിട്ടുള്ള ഈ ലൈനും എന്താണ് ഒരൊറ്റ ലൈനായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഈ പോയിന്റ് ഇതിന്റെ മിഡ് പോയിന്റ് M ആണ് വിചാരിക്കുക, ഈ മിഡ് പോയിന്റ് എന്താണെന്ന് വിചാരിക്കുക N ആണെന്ന് വിചാരിക്കാം. ഇനി സർക്കിളിന്റെ റേഡിയസ് മാർക്ക് ചെയ്യണ്ട. റേഡിയസ് 5 സെന്റിമീറ്റർ. റേഡിയസ് നമ്മൾ എവിടെയെങ്കിലും വരക്കണ്ട. റേഡിയസ് സെന്ററിൽ നിന്ന് ഈ ഏതാണ് പോയിന്റ് ഇങ്ങോട്ട് വരക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരച്ചാൽ മതി. അതേപോലെ ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇതിന്റെ ഇങ്ങോട്ട് വേണം. ഇത് എത്രയാണ്, ഇതും 5 ആണ്, ഇതും എത്രയാണ് സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇവിടെയാണെങ്കിലും ഒക്കെ എന്താണ് റേഡിയസ് സെയിം ആണ്, അവിടെയും 5 ആണ് കണ്ടോ. അത് വരച്ചു. ഇതാണ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആ ഫിഗറിന്റെ ആ സംഭവത്തിന്റെ ഒരു റഫ് ഫിഗർ വരക്കാൻ പറഞ്ഞ അതാണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്ന 2 കോഡുകളുണ്ട്. ഈ 2 കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയെന്നുള്ള 2 പാരലൽ കോഡ്സ് വരച്ചിട്ട് ആ 2 പാരലൽ കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ 2 പാരലൽ കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എവിടെ തൊട്ട് എവിടെ വരാം, ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഈ ഡിസ്റ്റൻസ്, ആകെ ഡിസ്റ്റൻസ് ഇത് എത്ര എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അത് കാണാൻ പറ്റുമോ? നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, ഈ ആദ്യം ഇവിടെ നോക്കാം, ഈ കോഡിന്റെ ലെങ്ത് തന്നണല്ലോ. ഈ കോഡിന്റെ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ എമ്മിന്റെ ഇത് 4 അല്ലേ, 4 ആണ്. മനസ്സിലാലോ? ഈ ടോട്ടൽ ലെങ്ത് തന്നണല്ലോ 6 അല്ലേ. അപ്പോൾ അതിന്റെ ഹാഫ് ലെങ്ത് എത്ര വരും? ഇത് 3 വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ OAM എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ഇവിടെ ആൻസറിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് 3 എന്ന് കിട്ടും കേട്ടോ. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് 3 എന്നാണ് കിട്ടുക. അത് കണ്ടുപിടിക്കണം. അത് ചെയ്യേണ്ട മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഞാൻ ഫുള്ള് ചെയ്യണില്ല. അതേപോലെ ഈ ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ OCN, ആ ട്രയാങ്കിൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഈ റേഡിയസ് നമുക്കറിയാം. ഈ ഹാഫ് ലെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. കണ്ടൂടെ? അത് ചെയ്ത് ഞങ്ങൾക്ക് എന്ത് കിട്ടും, 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. കണ്ടോ? അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ്സ് എന്താ വരിക, അതായത് ഇത് രണ്ട് സൈഡിലായതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 4 ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഉണ്ടെങ്കിൽ ആ 2 കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ വരിക, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കോഡ്സ് ഈസിക്കൽ ടു 4 + 3 ഈസിക്കൽ എന്ത് വരും, 7 സെന്റിമീറ്റർ എന്ന് വരും. കണ്ടോ? ഇതെങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഈ കോഡ് എവിടെയാണെങ്കിലും ഈ 6 സെന്റിമീറ്റർ ഉള്ള കോഡാണെങ്കിൽ 6 സെന്റിമീറ്റർ നീളമുള്ള കോഡാണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും വരിക, 4 ആയിരിക്കും വരിക. അത് എവിടെ വരച്ചാലും 4 ആയിരിക്കും വരിക. ശരിയല്ലേ? ശരിയാണ്. അതേപോലെ 8 സെന്റിമീറ്ററിലെ കോഡാണെങ്കിൽ 8 സെന്റിമീറ്റർ ലെങ്ത്തുള്ള കോഡാണെങ്കിൽ ഈ സർക്കിൾ എവിടെ വരച്ചാലും അതിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും വരും, 3 ആയിട്ട് വരും. ഇനി ഈ 2 കോഡുകളും ഈ സെന്ററിന്റെ 2 സൈഡിലും ആയതുകൊണ്ട്, ഒന്ന് അപ്പുറത്തും ഒന്ന് ഇപ്പുറത്തും 2 സൈഡും ഓൺ ഏതർ സൈഡ് ആയതുകൊണ്ട് ആ 2 കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ വരിക, 4 + 3 ഈക്വൽ എന്താ വരിക, 7 ആണ് വരിക. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇഫ് ദ പാരലൽ കോഡ്സ് ആർ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ഡയമീറ്റർ, അതായത് ഈ കോഡ്സ് ഇപ്പോൾ ഇതാണ് നമ്മൾ സെൻട്രായിട്ട് ഇതിന്റെ 2 സൈഡിലാണ്. അതിന് പറയുന്നതാണ് ഈ കോഡും കൂടി ഇവിടെയാണ് ഇരിച്ചോളി, അല്ലെങ്കിൽ ഈ കോഡും കൂടി ഇപ്പുറത്ത്, 2 ഒരു സൈഡിലാണ് ഇരിക്കുക. 2 ഒരു സൈഡിലാണെങ്കിൽ ആ കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്നതാണ്. ആ കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ വരാറോ, 4 - 3 ആണ് വരിക. എന്താ വരിക, 4 - 3 ആണ്. അതെങ്ങനെ അങ്ങനെ വരും നോക്കൂ. ഇവിടെ നോക്കാം, ഞാൻ ഈ ഫിഗറിൽ വരച്ചിട്ടുണ്ടത്. ഇവിടെ ഉള്ള ഈ കോഡ്, ഈ 6 സെന്റിമീറ്റർ ലോങ് ആയിട്ടുള്ള കോഡ് ഞാൻ താഴത്ത് വരച്ചു. ഇവിടെ വരച്ചു കണ്ടോ, ഇവിടെ വരച്ചു. ഈ കോഡാണ് ഈ CD കണ്ടോ. ഇതിങ്ങനെ ആണെങ്കിൽ ഇവിടെ നോക്കാം, ഇവിടുന്ന് ഈ രണ്ടാമത്തെ ഈ കോഡിലേക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഇത് 4 അല്ലേ. അപ്പോൾ ഇവിടെ 4 ആണ് വരിക, 4 ആണ് വരിക. ശരിയല്ലേ? ഇതിൽ ആദ്യത്തെ ഈ വലിയ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണ്. ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 4ഉം ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വരിക, ഈ 2 തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെന്റിമീറ്റർ വരും. ഇത് 3ഉം ഇത് 1 ആകുമ്പോൾ ഇതെന്ത് കിട്ടുള്ളൂ, 4 കിട്ടുള്ളൂ. ശരിയല്ലേ? ശരിയാണ്. അതായത് ആ കോഡുകൾ രണ്ടും സെന്ററിന്റെ അല്ലെങ്കിൽ ഒരു ഡയമീറ്ററിന്റെ ഒരു സൈഡിലാണെങ്കിൽ ആ കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ വരിക, 4 - 3 ആണ് വരിക.
രണ്ടും ഈ ഡയമീറ്ററിന്റെ അല്ലെങ്കിൽ സെന്ററിന്റെ രണ്ട് സൈഡ്, ഒന്നൊരു ഭാഗത്തും ഒന്ന് വേറെ ഭാഗത്തും അങ്ങനെയാണ് വരുന്നെങ്കിൽ അത് തമ്മിൽ ഡിസ്റ്റൻസ് എന്താ വരിക? 4 + 3 = 7 ആണ് വരിക. ഇത് 4 - 3 = എന്ത് ചെയ്യുക? 1 ആണ് വരിക. അത് മറക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. രണ്ട് കോഡുകളെ കാര്യമാണ്, രണ്ട് പാരലൽ കോഡ്സ് ആണ്. ആ പാരലൽ എന്ന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം. പാരലൽ അല്ലെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് പറയാൻ പറ്റില്ല. പറഞ്ഞാലോ, പാരലൽ കോഡ്സ് ആവുമ്പോൾ രണ്ട് രൂപത്തിൽ വരാം. ഒന്നുകിൽ സെന്ററിന്റെ രണ്ട് സൈഡിലും വരാം, അല്ലെങ്കിൽ സെന്ററിന്റെ ഒരു സൈഡിൽ വരാം. മനസ്സിലായാലോ? ഓരോന്നിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവിടെ നോക്കാം. ഒന്നിലേക്കുള്ള ഡിസ്റ്റൻസ് 7 ആണ്, ഒരു കോഡിലേക്കുള്ള. വേറെ കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 5 ആണ്. ഒരു കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 7 ആണ്, ഒരു കോഡിലേക്കുള്ള ഡിസ്റ്റൻസ് 5 ആണ്. അങ്ങനെയാണ് ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും രണ്ട് സൈഡിലാണെങ്കിൽ ഈ കോഡുകൾ തമ്മിലുള്ള അകലം എന്തായിരിക്കും വരിക? 7 + 5 = 12 ആയിരിക്കും വരിക. ശരിയല്ലേ? രണ്ടും ഒരു സൈഡിൽ തന്നെയാണെങ്കിലോ അപ്പോൾ 7 - 5 എന്താ വരിക? ആ കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 ആണ് വരിക. ഇത് മറക്കണ്ട. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ മോഡൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ ഒരു റഫായിട്ടൊരു ഐഡിയ തന്നു. റഫല്ല കുറേ തന്നു. ഇത് ചെയ്യാനുള്ള നിങ്ങൾ എന്ത് ചെയ്യുക? ആ ട്രയാങ്കിളിൻ്റെ പേരൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യണം. ഓരോന്നോരോ കണ്ടുപിടിക്കണം. നിങ്ങൾ ചെയ്യല്ലോ, ചെയ്യും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്ത് കാണുന്ന ക്വസ്റ്റ്യൻ കണ്ടില്ലേ? താഴത്ത് കാണുന്ന ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത് പറഞ്ഞു തന്നു. ഇതെന്താ? അത് ഒരു ട്രപ്പീസിയമാണ്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണുന്നത് അതിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നു. അത് ഉപയോഗിച്ച് എന്താ ഇവിടെ നോക്കാം. ഈ AB എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ ഡയമീറ്ററാണ്. അപ്പോൾ ഇവിടുന്ന് ഈ സെന്ററിൽ നിന്ന് ഈ മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആ രണ്ട് പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് കാണാതെ ഈ ഡിസ്റ്റൻസ് ആണത്. ഇത് കാണാൻ നമുക്ക് അറിയാലോ. അത് വെച്ചാൽ കണ്ടുപിടിക്കാം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ? ഈ മുകളിൽ താഴത്തെ കോഡിൻ്റെ ലെങ്ത് വരെ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ വായിച്ച് എന്താണ് അതിൽ പറഞ്ഞത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി നിങ്ങൾ ഐഡിയക്ക് എന്ത് ചെയ്യണം? ചെയ്യണം. ഞാൻ അടുത്ത ആഴ്ച ഇതിൻ്റെ ആൻസർ ഞാൻ വിട്ടുതരുള്ളൂ. പറഞ്ഞാൽ അത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാനുള്ള ഒരു ഹോംവർക്ക് ആയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അത് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഈ ടേബിളിലുള്ള ഈ 3 ക്വസ്റ്റ്യനുകൾ ചെയ്യണം. അതിന് മുകളിലുള്ള 3 ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ഐഡിയ വെച്ച് ഇത് 3 എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോന്നിലും ഇതേപോലെ ഓരോ ഫിഗർ വരച്ച് എന്ത് ചെയ്യണം? അപ്പോൾ നീറ്റായിട്ട് എഴുതി വെക്കണം കേട്ടോ. അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. ഇത്രയും ക്വസ്റ്റ്യനുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൽ കുറച്ച് വരയ്ക്കാനൊക്കെ ഉണ്ട് സംഭവം. 1-2 കൺസെപ്റ്റൊക്കെ പഠിച്ച് അതിൽ കുറച്ച് വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താവും? ഈ ചാപ്റ്റർ എന്താവും? ഫിനിഷ് ആവും. മനസ്സിലായാലോ? എളുപ്പമുള്ള ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ആവശ്യം വരും എന്നുള്ള രൂപത്തിലുള്ള കുറേ കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഐഡിയകളൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറഞ്ഞ കുറേ തിയറി പോയിന്റ്സ് ഉണ്ടല്ലോ, അത് ബൈസെക്ട് ചെയ്യും അല്ലേ? മിഡ് പോയിന്റിലേക്ക് വരച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതൊക്കെ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ആവശ്യം വരും. പറഞ്ഞാലോ? അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. ആ നോട്ട്സൊക്കെ നല്ലപോലെ വായിച്ച് നീറ്റായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക? ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചാണ് പോവുക. ഓക്കെ ആണല്ലോ? ഓക്കെ, താങ്ക് യു.